ഉപ്മാവ് ഇഷ്ടമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ആദ്യം 1 കപ്പ് റവ ചൂടായിട്ടുള്ള പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മുട്ടയിൽ നുള്ളു ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന്, ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും, 1 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും, 1 പച്ചമുളക് കട്ട് ചെയ്തതും, 1/4 കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തതും, കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് റവ ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിക്കൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. റവ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഒരു സൈഡിലേക്ക് ഉപ്പുമാവ് മാറ്റി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് കുക്കായാലും ഉപ്പുമാവുമായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക.